ഇനി നമുക്ക് നോക്കാനുള്ളത് ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്ട്സ് ആണ്. ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്ട്സ് എന്നാൽ എന്താണ്? നമ്മുടെ ഹാർട്ടിൽ നിന്ന് സിസ്റ്റമാറ്റിക് സർക്കുലേഷനിലേക്ക് ബ്ലഡ് പോകുന്നുണ്ട്. ആ ബ്ലഡിന് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരുവാണെങ്കിൽ ബ്ലഡ് കറക്റ്റായിട്ട് പോകുന്നില്ല. അതിനെയാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റെനോസിസ് മൂലമാണ് ഉണ്ടാകുന്നത്. സ്റ്റെനോസിസ് എന്നാൽ നാരോയിങ് ഓഫ് ദ വെസൽസ്. ബ്ലഡ് വെസൽസിന്റെ നാരോയിങ് ആണ് നമ്മൾ സ്റ്റെനോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഏത് ബ്ലഡ് വെസലിന്റെ ആണോ നാരോയിങ് അതിനനുസരിച്ചിട്ടുള്ള ഡിഫക്റ്റ് ആയിട്ടാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്ട്സിന് മെയിൻ ആയിട്ട് വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് അയോട്ടിക് സ്റ്റെനോസിസ്, രണ്ടാമത്തത് പൾമിനറി സ്റ്റെനോസിസ്, മൂന്നാമത്തത് കൊറക്റ്റേഷൻ ഓഫ് അയോട്ട. അപ്പോൾ നമുക്ക് ആദ്യമേ എന്താണ് അയോട്ടിക് സ്റ്റെനോസിസ് എന്താണെന്ന് നോക്കാം. അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ അയോട്ടിക് വാൽവിന് സ്റ്റെനോസിസ് സംഭവിക്കുന്നു. എന്താണ്? അതുകൊണ്ട് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. നമ്മുടെ വെൻട്രിക്കിൾസിൽ നിന്ന് അയോട്ടിക്കിലേക്ക് ബ്ലഡ് പോകുന്നതിനുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുകയാണ്. ബ്ലഡ് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെന്താണ്? നമുക്ക് ബ്ലഡ് കടത്തിവിടാനായിട്ട് സാധിക്കുന്നില്ല. അതുമൂലം വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫിയും ഉണ്ടാകാം. പൾമണറി വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടായിരിക്കാം. കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ്ഡ് ആകും. ഇതാകും മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് മർമർ പ്രസന്റ് ആണ്. കുട്ടികളിൽ സിവിയർ സിംറ്റംസ് ആയാൽ മാത്രമേ അവരിൽ നമുക്ക് ഇവന്റ് ആയിട്ടുള്ള സിംറ്റംസ് കാണാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഹാർട്ട് ഫെയിലിയർ സിംറ്റംസും പിന്നെ കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ്ഡ് സിംറ്റംസുമാണ്. പിന്നെ കുട്ടികളിൽ എക്സസൈസ് ഇൻടോളറൻസ് കാണാറുണ്ട്, ഫാറ്റീഗ്, ചെസ്റ്റ് പെയിൻ ഇതൊക്കെയും കാണാറുണ്ട്. ഇനിയും ഇതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഒരു വാൾ നാരോഡ് ആയിട്ട് ഇരിക്കുകയാണ് എങ്കിൽ നമുക്ക് അതിനെ ഡൈലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ നമുക്ക് കാർഡിയാക് കാത്തറലൈസേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സർജിക്കൽ അയോട്ടിക് വാൽവിൻ്റെയും ചെയ്യാം. അതൊരു പാലിയേറ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വാൽവ് റീപ്ലേസ്മെന്റ് സെക്കൻഡ് പ്രൊസീജിയർ ആയിട്ട് ചെയ്യാറുണ്ട്. ഇത്രയുമാണ് അയോട്ടിക് സ്റ്റെനോസിസിൽ നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോ ആർട്ടേഷൻ ഓഫ് അയോട്ട. അതായത് ഡക്ടസ് ആർട്ടീരിയോസിസ് ഇൻസേർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു നാരോയിങ് അതുമൂലം ഉണ്ടാകുന്ന ബ്ലഡ് ഒബ്സ്ട്രക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ് കോയാർട്ടേഷൻ ഓഫ് അയോട്ട. Coarctation of aorta is localized narrowing near the insertion of ductus arteriosus. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് അപ്പർ എക്സ്ട്രിമിറ്റീസിൽ കൂടുതലായിരിക്കും, ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, പിന്നെ പീക്ക് പൾസ് ആയിരിക്കും, അതുപോലെ തന്നെ സിംറ്റംസ് ഹാർട്ട് ഫെയിലിയർ സിംറ്റംസും പിന്നെ കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ്ഡ് സിംറ്റംസുമാണ്. ഇവരെ മെയിനായിട്ട് കാണുന്നത് ഹെഡേക്ക്, പിന്നെ ഡിസ്നിയാസ്, നോസ്, ബ്ലീഡിങ് ഇതൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ബനോസ് ആൻജിയോപ്ലാസ്റ്റി വഴിയാണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒക്കർ ചെയ്യാറുണ്ട്. പിന്നെ സർജിക്കൽ ഇൻ്റർവെൻസ് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിനും മെക്കാനിക്കൽ വെന്റിലേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിൽ തൊറോക്ടോമി ഇൻസെഷൻ ആണ് വേണ്ടത്. ബിക്കോസ് ഇതിൽ ഡിഫക്റ്റ് വരുന്ന ഹേർട്ടിന് വെളിയിൽ ആയതുകൊണ്ട് പൾമിനറി ബൈപ്പാസിൻ്റെ ആവശ്യമില്ല. അതിന് ഡയറക്റ്റ് ആയിട്ട് തൊറോക്ടോമി ഇൻസെഷൻ ആണ്. ഇത്രയുമാണ് കോപപ്റ്റേഷൻ ഓഫ് അയോട്ടയിൽ വരുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം അപ്പർ എക്സ്ട്രിമിറ്റീസ് കൂടുതലായിരിക്കും, ബ്ലഡ് പ്രഷർ ഉണ്ടായേക്കാം, ലോവർ എക്സ്ട്രിമിറ്റീസിനെ കാളും അതുകൊണ്ടുള്ള സിംറ്റംസ് ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പൾമണറി സ്റ്റെനോസിസ്. അതായത് പൾമണറിയിൽ ഉണ്ടാകുന്ന സ്റ്റെനോസിസ് മൂലം ലങ്സിലേക്ക് ബ്ലഡ് എഡ്യൂക്കേറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവിടെ കാണിക്കുന്നത്. ബ്ലഡ് ഫ്ലോയിലുള്ള റെസിസ്റ്റൻസ് കാരണം റിസൾട്ട് ഇൻ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, ഡിക്രീസ് പൾമണറി ബ്ലഡ് ഫ്ലോ ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ മേ ബി ഹൈപ്പോപ്ലാസ്റ്റിക് റൈറ്റ് സൈഡിലാണ് ഇതിൽ അഫക്റ്റഡ് ആകുന്നത്. എക്സ്ട്രീം കണ്ടീഷനിൽ പൾമണറി ആട്രീഷ്യ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് പോകാതിരിക്കുന്ന അവസ്ഥ.
ഇതിലും മർമറി പ്രസന്റ് ആണ്. അതുപോലെ സിംറ്റംസ് ഹാർട്ട് ഫെയിലിയർ സിംറ്റംസും പിന്നെ കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ്ഡ് സിംറ്റംസുമാണ്. പിന്നെ മാനേജ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൈലേഷൻ ആണ്, അതായത് വാൽവിൻ്റെ ഡയലറ്റേഷൻ, അതായത് കാർഡിയാക് കാത്തലൈസേഷൻ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ സർജിക്കൽ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇൻഫൻസിനും ട്രാൻസ്വെൻട്രിക്കുലാർ വാൽവറ്റോണമി പ്രൊസീജിയറാണ്. കുട്ടികളിലാണെങ്കിൽ പൾമണറി വാൽവറ്റോമി വിത്ത് കാർഡിയോ പൾമണറി ബൈപ്പാസ് ആണ്. സർജറി കഴിഞ്ഞ് വേണ്ട എല്ലാ കെയറും ഇതിലും വേണം. അപ്പോൾ ഇതൊക്കെയാണ് അയോർട്ടിക് സ്റ്റെനോസിസ്, പൾമണറി സ്റ്റെനോസിസ്, പിന്നെ കോആർട്ടേഷൻ ഓഫ് അയോർട്ട. ഇതൊക്കെയാണ് ഒബ്സ്ട്രക്ഷൻ ഡിഫക്ട്സ് നമ്മൾ നോക്കേണ്ടത്.